ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഫറൂഖ് ആണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. അതെ, നമ്മുടെ ഫറൂഖ് പഴയ പാലത്തിനടുത്തുള്ള നമ്മളെന്ന പേരുള്ള ചിൽഡ്രൻസ് പാർക്കാണിത്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കുട്ടികളും പാരൻസും ആയിരിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ സൺഡേ ഒക്കെ ആണെങ്കിൽ പറയണ്ട, പ്രത്യേകിച്ച് റോഡ് സൈഡാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് തിയേറ്റർ ഉണ്ട്. പിന്നെ താഴെ ഈ ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൂടെ പുഴ ഒഴുകുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ പഴയ ഒരു ഫറൂഖ് പഴയ പാലം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണുള്ളത്. ഒരു ചെറിയ സ്പേസിൽ നല്ലൊരു നേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഓർഗനൈസിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കയറി വരുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ടീ ഷോപ്പ് വരുന്നത്. നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാം. എനിക്ക് പേഴ്സണലി അവിടെ ഫേവറേറ്റ് ആയി തോന്നിയത് ഒരു സ്ട്രീറ്റ് ലൈബ്രറി ഉണ്ട് അവിടെ. നമ്മുടെ കയ്യിലുള്ള ബുക്സൊക്കെ അവിടുത്തെ കളക്ഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതെല്ലാം ഇരുന്ന് റീഡ് ചെയ്യാനുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് കൂടി അവിടെ ഉണ്ട്. ചുറ്റും വലിയ വലിയ മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ സ്പേസിൽ നന്നായിട്ട് തണൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ പാർക്കിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡാണുള്ളത്. സോ ഞങ്ങൾ ഫ്രണ്ട് സൈഡിലൂടെയായിരുന്നു കയറിയിരുന്നത്. സോ ഈ ബാക്ക് സൈഡിലൂടെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. സോ ഇവിടെ ഐ ലവ് ഫറൂഖ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഏരിയ ഉണ്ട്. നമുക്ക് റോഡ് ലൈവായി കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഇവിടെ ഉണ്ട്. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്പേസ് ആണെന്ന് തന്നെ പറയാം. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഫറൂഖ് പാലം തൊട്ടടുത്താണ്. ആൻഡ് അതിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന പുഴ ആ സ്ഥലത്തിന് വളരെയധികം ഭംഗി കൊടുക്കുന്നുണ്ട്. മോൻ്റെ കൂടെ ഓടി ഓടി അവിടെ വരെ എത്തിയെങ്കിലും താഴത്തെ പോർഷനിലേക്ക് പോകാനായിട്ട് ഇക്കാക്ക പാർക്കിൻ്റെ ഉള്ളിൽ ചെറിയ ബേബിനായിട്ട് ഇരിക്കുകയാണ്. സോ അവരെയും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് താഴെ ബോട്ട് ഏരിയയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവരെയും കൂട്ടി നമ്മൾ വീണ്ടും പാർക്കിന് പുറത്ത് കടന്നു. ആൻഡ് നമ്മൾ ഈ മേലെ സൈഡ് അവരുടെ കൂടെ ഒന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടായി. ഞങ്ങൾ പോയ ടൈമിൽ നന്നായിട്ട് കാറ്റ് കിട്ടുന്ന ഒരു ടൈമായിരുന്നു. തൊട്ടടുത്തൂടെയാണ് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും വലിയ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. കളിക്കുന്ന കുറച്ച് ഏരിയയിൽ ആ എക്യുപ്മെൻറ്റ്സ് ഉള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ മണ്ണിൻ്റെ പോർഷൻ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ഏരിയ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത പോലെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഗ്രീനിഷ് ആൻഡ് ആഷ് കളർ തീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് വലിയ വലിയ മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പച്ചപ്പും നന്നായിട്ടുണ്ട്. കൂടാതെ നന്നായിട്ട് തണലും കാറ്റും നല്ലൊരു ഓർഗനൈസിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ചെറിയൊരു സ്പേസിൽ നന്നായിട്ട് യൂസ്ഫുൾ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് താഴെ ബോട്ട് ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങിയിട്ട് അവിടേക്ക് പോവാണ്. ഇറങ്ങിയ പാടലിനുള്ള ഭാഗത്ത് ചെറുതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയോ ഇൻ്റർലോക്കിൻ്റെ ചെറിയ ഏരിയാസ് ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേലേന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഉള്ള അത്ര ബ്യൂട്ടി നമുക്ക് താഴെ ഇറങ്ങിയപ്പം കണ്ടില്ല. കാരണം ആ ഒരു വ്യൂ നമ്മൾ അവിടെ എത്തി നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ എത്തി നോക്കുമ്പോൾ നമുക്ക് അവിടെ അത്രയും വൈബ് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും തൊട്ടടുത്തായിട്ട് പുഴയുണ്ട്. ആൻഡ് നമുക്ക് കുറച്ച് ഇൻ്റർലോക്ക് ഏരിയ ഉണ്ട്. ആൻഡ് നല്ല മരങ്ങളുണ്ട്. സോ അവിടെ നമുക്ക് കുറച്ചൊരു വൈബ് കിട്ടി. എന്നാലും നമ്മൾ മേലേന്ന് നോക്കുമ്പോൾ വളരെ അടിപൊളിയായിരുന്നു താഴെ കാണാൻ. ഈ ബേബി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനുള്ളൊരു പോർഷനാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. സോ അവിടെ ഇരിക്കാനുള്ള പോർഷൻ ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബേബിയെ എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്തു. കണ്ടെടുത്തോളം ദ സ്പേസ് വാസ് അമേസിങ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു സ്പേസാണ്. നമുക്ക് കപ്പിൾസായി വന്നിരിക്കാനും നല്ലൊരു സ്പേസാണിത്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഉള്ള പാർക്കിലോട്ട് നോക്കുന്ന ആ ഒരു വ്യൂ ആണിത്. ബാക്ക് സൈഡിൽ നിന്ന് പാർക്കിലോട്ട് നോക്കുന്ന ഒരു വ്യൂ ആണിത്. ആൻഡ് ഇതിൻ്റെ തൊട്ടടുത്താണ് തിയേറ്റർ ഉള്ളത്. ഉള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. സോ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഈ ടീ ഷോപ്പ് കണ്ടത്. ഇവിടുന്ന് കുറച്ച് ചായയും കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.